ലോകം ഇന്ന് മറ്റൊരു വലിയ യുദ്ധത്തിന്റെ നിഴലിലാണോ? മിഡിൽ ഈസ്റ്റിൽ നിന്ന് വരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത് അതാണ്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള പതിറ്റാണ്ടുകൾ നീണ്ട ശത്രുത അതിന്റെ ഏറ്റവും ഭയാനകമായ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. വെറും വാക്കുപോരുകൾക്കപ്പുറം മിസൈലുകളും ഡ്രോണുകളും സംസാരിക്കുന്ന ഒരു യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണോ? ഈ വിഷയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുതകളും ഇറാന്റെ നീക്കങ്ങളും നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യം തന്നെ ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ആ വലിയ മുന്നറിയിപ്പിനെ കുറിച്ച് പറയാം. വെറും ഒരു ഭീഷണിയല്ല ഇറാൻ മുഴക്കുന്നത്. മേഖലയിലുള്ള അമേരിക്കൻ സൈനിക താവളങ്ങൾ, അതായത് അവരുടെ ബേസ്മെന്റുകൾ, എംബസികൾ എന്നിവ തങ്ങളുടെ ടാർഗറ്റുകളാണെന്ന് ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. മറ്റൊരു പ്രധാന കാര്യം, GCC രാജ്യങ്ങളിലെ അമേരിക്കൻ സൈനിക സാന്നിധ്യം തങ്ങൾ കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ടെന്നും അതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ തങ്ങളുടെ പക്കലുണ്ടെന്നും ഇറാൻ അവകാശപ്പെടുന്നു. ഇത് അമേരിക്കക്ക് നൽകുന്ന വലിയൊരു തലവേദനയാണ്. ഈ സംഘർഷത്തിൽ ഇറാൻ ഇത്രയും ആത്മവിശ്വാസം നൽകുന്നത് എന്താണ്? ഇറാന്റെ നേതാവ് പറഞ്ഞ ഒരു കാര്യമുണ്ട്: ശമ്പളത്തിന് വേണ്ടി ജോലി ചെയ്യുന്ന അമേരിക്കൻ സൈനികരെക്കാൾ കരുത്ത് സ്വന്തം രാജ്യത്തിന്റെ ആത്മാഭിമാനത്തിനും വിശ്വാസത്തിനും വേണ്ടി പോരാടുന്ന IRGC സൈനികർക്കുണ്ടെന്ന് അദ്ദേഹം പറയുന്നു. സൈനിക സാങ്കേതിക വിദ്യയിൽ അമേരിക്ക മുന്നിലാണെങ്കിലും മരിക്കാൻ ഭയമില്ലാത്ത പോരാളികളാണ് തങ്ങളുടെ കരുത്തെന്ന് ഇറാന്റെ പക്ഷം. ഇനി നമുക്ക് അമേരിക്കൻ ഭാഗത്തേക്ക് നോക്കാം. ഡൊണാൾഡ് ട്രംപിന്റെ നയങ്ങളെ ഒരു സൈക്കോളജിക്കൽ ട്രാപ്പ് അല്ലെങ്കിൽ മാനസിക കെണി എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഒരു വശത്ത് താൻ സമാധാനം ആഗ്രഹിക്കുന്നുവെന്നും ആണവായുധ നിരായുധീകരണത്തിന് ചർച്ചയാവാം എന്നും അദ്ദേഹം പറയുന്നു. എന്നാൽ മറുവശത്ത് ഇറാന്റെ അതിർത്തികളിലേക്ക് കൂറ്റൻ യുദ്ധം കപ്പലുകളെയും സൈന്യത്തെയും അയച്ച് പ്രകോപനം സൃഷ്ടിക്കുന്നു. ഈ ഇരട്ടത്താപ്പ് ഇറാനെ പ്രകോപിച്ച് തെറ്റായ ഒരു നീക്കം ചെയ്യിപ്പിക്കാനുള്ള തന്ത്രമാണെന്ന് വ്യക്തമാകുന്നു. എങ്കിലും ഇറാൻ വളരെ തന്ത്രപരമായ ഒരു നിലപാടാണ് എടുത്തിരിക്കുന്നത്. അവർ ആദ്യം ഒരു ആക്രമണത്തിന് മുതിരുന്നില്ല. കാരണം ലോകരാജ്യങ്ങളുടെ പിന്തുണ നഷ്ടപ്പെടുത്താൻ അവർ ആഗ്രഹിക്കുന്നില്ല. അമേരിക്കയോ ഇസ്രായേലോ ഒരു ആദ്യത്തെ തെറ്റ് ചെയ്യുന്നതുവരെ അവർ കാത്തിരിക്കുകയാണ്. എന്നാൽ ഒരു പ്രകോപനമുണ്ടായാൽ തങ്ങളുടെ പക്കലുള്ള എല്ലാ പ്രതിരോധ സംവിധാനങ്ങളും തുറന്നുവിടുമെന്ന്, അത് അമേരിക്കക്ക് താങ്ങാവുന്നതിലും അപ്പുറമാകുമെന്ന് ഇറാൻ ഉറപ്പിച്ചു പറയുന്നു. ഈ സാഹചര്യത്തിൽ അറബ് രാജ്യങ്ങളുടെ, പ്രത്യേകിച്ച് GCC രാജ്യങ്ങളുടെ നിലപാട് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. അവർ അമേരിക്കയെ അമിതമായി ആശ്രയിക്കുന്നുവെന്ന വിമർശനം ശക്തമാണ്. കഴിഞ്ഞ 40 വർഷമായി കടുത്ത ഉപരോധങ്ങൾ നേരിട്ടിട്ടും ഇറാൻ പ്രതിരോധ രംഗത്തും മറ്റും സ്വയം പര്യാപ്തത നേടി. എന്നാൽ ഇത്രയും സമ്പത്തുണ്ടായിട്ടും അയൽ രാജ്യങ്ങൾ ഇപ്പോഴും അമേരിക്കയുടെ നിഴലിലാണെന്ന വസ്തുത ഇറാൻ ചൂണ്ടിക്കാട്ടുന്നു. ഒരു യുദ്ധമുണ്ടായാൽ ഈ രാജ്യങ്ങളുടെ നിലപാട് നിർണായകമാകും. വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു ദൃശ്യം ഓർമ്മിപ്പിക്കാം. ഇറാനിലെ പള്ളികൾക്ക് മുകളിൽ ഉയർന്ന ചുവന്ന കൊടി. അത് വെറും ഒരു കൊടിയല്ല, പ്രതികാരത്തിന്റെ സൂചനയാണ്. ഇനി ഒരു ഏറ്റുമുട്ടൽ ഉണ്ടായാൽ അത് കേവലം അതിർത്തിയിൽ ഒതുങ്ങില്ല. അത്യാധുനിക മിസൈലുകൾ അമേരിക്കൻ എംബസികളെ വരെ തകർക്കുന്ന ഒരു വലിയ യുദ്ധത്തിലേക്ക് ലോകത്തെ നയിച്ചേക്കാം. ഭീതിയോടാണെങ്കിലും ലോകം ഇപ്പോൾ ഉറ്റുനോക്കുന്നത് മിഡിൽ ഈസ്റ്റിലേക്കാണ്. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു പ്രധാന വിഷയവുമായി വീണ്ടും കാണാം. താങ്ക് യു.